നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആറന്മുളയാണ് പ്രധാന ചർച്ചാ വിഷയം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ എബിൻ വർക്കിയും അതോടൊപ്പം LDF സ്ഥാനാർത്ഥിയായ ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ വീണ ജോർജും തമ്മിലുണ്ടായ ഒരു തർക്കം. ഈ തർക്കത്തെ തുടർന്ന് ഒരുപാട് കാര്യങ്ങളിപ്പം ശരിക്കും ആറന്മുള എന്ന് പറയുന്നൊരു മണ്ഡലം ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലുള്ളവർ പ്രത്യേകിച്ച് അങ്ങനൊരു പ്രത്യേക ഒരു മുന്നണിയോടൊരു മമതയുള്ളവരൊന്നുമല്ല. അതായത് രണ്ട് മുന്നണികൾക്കും മാറി മാറി അവസരങ്ങൾ കൊടുക്കുന്ന തരത്തിലാണ് എപ്പോഴും അവിടുത്തെ ഒരു ഫലം 70കൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ വ്യക്തമായി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായും ഈ ഓർത്തഡോക്സ് വിഭാഗം സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് മിക്കപ്പോഴും നേട്ടമുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി, ഒരു സമുദായ സമവാക്യം കൂടി വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് ആറന്മുളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീണ ജോർജും അതോടൊപ്പം തന്നെ എബിൻ വർക്കിയും പിന്നെ കുമ്മനം രാജശേഖരൻ BJPക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കുമ്മനം രാജശേഖരൻ വളരെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. ഇതിനു മുമ്പ് അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിച്ചിരുന്നു. പിന്നീട് നേമത്ത് അദ്ദേഹം ജനവിധി തേടിയിരുന്നു. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം ആറന്മുളയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ആറന്മുളയിൽ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ വീണ ജോർജിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ ജോർജ് ശിവദാസൻ നായരെ കഴിഞ്ഞ 2016-ലും 21-ലും പരാജയപ്പെടുത്തിക്കൊണ്ട് മന്ത്രിയാവുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. 2016-ൽ വീണ ജോർജ് ശിവദാസൻ നായരെ പരാജയപ്പെടുത്തുമ്പോൾ വെറും 7646 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അന്ന് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ തവണയിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ പറയുന്ന 21ലേക്ക് എത്തി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാവുന്ന ആ സമയത്തെ വിജയം എന്നാൽ ത്രസിപ്പിക്കുന്ന വിജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഏകദേശം 19,000-ൽ പരം, കൃത്യമായി പറഞ്ഞാൽ 19,003 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശിവദാസൻ നായരെ വീണ ജോർജ് പരാജയപ്പെടുത്തുകയും തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയാവുകയും ചെയ്തത്. ഇനി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്ലസ് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിൽ മികച്ച രീതിയിൽ തൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ആരോഗ്യ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് വീണ ജോർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി. രണ്ടാമത് ആയി പറഞ്ഞു കഴിഞ്ഞാൽ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി വന്നതിന് ശേഷമുള്ള നിരവധിയായ കാര്യങ്ങൾ വീണ ജോർജ് തന്നെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. കാത്ത് ലാബ് സൗകര്യങ്ങൾ, മിക്കവാറും ഹോസ്പിറ്റലുകളിലും കാത്ത് ലാബ് സൗകര്യങ്ങൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, അങ്ങനെ തുടങ്ങി നിരവധി. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റലുകൾ വരെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് വീണ ജോർജ്. അപ്പം വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു മികച്ച ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലേക്ക്, ഒരു പ്രശസ്തിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരെടുക്കാൻ വേണ്ടി വീണ ജോർജിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീടുള്ള ഒരു കാര്യം, എന്നാൽ നെഗറ്റീവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ ജോർജിൻ്റെ കാലത്തല്ലാതെ സംഭവിച്ച ചില വിഷയങ്ങൾ. അതായത് ഇപ്പം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതും കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളും എല്ലാം വീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ വിഷയങ്ങളല്ല. 2 തവണ 2 പേരുടെയും ഉള്ളിൽ വയറ്റിൽ കത്രിക പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്ന വീണ ജോർജിൻ്റെ കാലഘട്ടത്തിലായിരുന്നില്ല. എങ്കിലും ഇതിൻ്റെ പേരിൽ വീണ ജോർജ് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പഴി കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് വീണ ജോർജിൻ്റെ ഇമേജ് കളയാനുള്ള ഒരു കാരണമായി നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയുന്ന കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ആരോപണമാണ് അവിടുത്തെ സർജിക്കൽ ഉപകരണങ്ങളുടെ അടക്കം വേണ്ടത്ര ആവശ്യത്തിനുള്ള മെഷീനറികളില്ല എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്ത വിവാദങ്ങൾ ഉണ്ടായതും വീണ ജോർജിൻ്റെ കാലഘട്ടത്തിലാണ്. അത് വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വീണ ജോർജിനെതിരായി മാധ്യമങ്ങൾ ചില അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അധികാരമേറ്റ ഉടൻ തന്നെയാണ് വീണ ജോർജ് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനവും അതോടൊപ്പം അദ്ദേഹത്തിനോട് അയാൾ ഒരു വ്യക്തി നാഷണൽ ഹെൽത്ത് മിഷനുമായിട്ട് ചേർന്ന് എന്തോ ഒരു ഇടപാടിന്, ഒരു നിയമനത്തിനായി കുറേ കൈക്കൂലി വീണ ജോർജിൻ്റെ ഒരു PA വന്ന് വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാഷ് രംഗപ്രവേശം ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നീട് അതിനകത്തൊന്നും വാസ്തവമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാൻഡിൽ കൃത്യമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്ന് ഒടുവിൽ കള്ളം പറഞ്ഞതാണെന്ന് ജനത്തിനെല്ലാം ബോധ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാൽ തന്നെയും വീണ ജോർജ് എന്ന് പറയുന്ന ആ മന്ത്രിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിരവധി
കഥകൾ പ്രചരിപ്പിക്കുന്നതിനും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനുമൊക്കെ അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാനുമൊക്കെ ഒരു കാരണക്കാരിയായി വീണ ജോർജ് മാറി എന്ന കാര്യവും നമ്മളിവിടെ ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വീണ ജോർജ് 2021 മന്ത്രിയായതിനു ശേഷം നിരന്തരം വേട്ടയാടപ്പെട്ട മന്ത്രിമാരിൽ ഒരാൾ വീണ ജോർജ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരന്തരം എന്ന് വെച്ചാൽ നിരന്തരം പലയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വഴിതടയുന്ന, അപ്പം വീണ ജോർജ് മന്ത്രിയാകാത്ത കാലഘട്ടത്തിലാണ് ആലപ്പുഴയിൽ ഉണ്ടായ സംഭവം നടക്കുന്നത്. അതിന് എത്രയോ കാലം മുൻപാണ് എനിക്കൊന്ന് അർഷീന എന്ന മറ്റോ ആണെന്ന് തോന്നുന്നു ആ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും, അതായത് ആശുപത്രി അധികൃതർ നടത്തുന്ന, അതും വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോഴല്ലാത്ത സമയത്ത് ആശുപത്രി അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതയുടെ ബാക്കിപത്രം പേറാൻ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം ഏറ്റെടുത്തുകൊണ്ട് ചീത്തവിളി കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ വീണ ജോർജ് തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വീണ ജോർജിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന ചില പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വീണ ജോർജിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പം വീണ ജോർജിന് നെഗറ്റീവുകളേക്കാൾ കൂടുതൽ ഇപ്പോൾ ആറന്മുള മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ഈ പറയുന്ന സമീപകാലത്തെങ്ങും ആറന്മുളയ്ക്കൊരു മന്ത്രി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ വീണ ജോർജ് രണ്ടാം തവണ 2016 നിന്ന് 2021 എത്തിക്കഴിയുമ്പോഴേക്ക് ആറന്മുളക്കാരുടെ ഒരു മന്ത്രിയായി വീണ ജോർജ് മാറി എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ അതിന് ഒരു ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതൊരു വലിയ കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ UDF-ൻ്റെതായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് നമ്മുടെ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു നേതാവാണ്. അബിൻ വർക്കിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. പക്ഷേ വിവേകം വേണ്ടത്രയുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒട്ടും നല്ല വാർത്തകളൊന്നുമല്ല യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കി പലപ്പോഴും തഴയപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് യൂത്ത് കോൺഗ്രസിൽ പോലും ഉണ്ടായിരുന്നത്. എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചില പക്ഷം പിടിക്കലുകൾ, അതായത് രമേശ് ചെന്നിത്തലയുടെ ഒരു അനുയായി എന്നുള്ള നിലയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റു പലർക്കും അബിൻ വർക്കി കണ്ണിലെ കരടായിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന അബിൻ വർക്കിയെ തഴഞ്ഞുകൊണ്ടാണ് ചില വ്യാജക്കളികളൊക്കെ കളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലേക്ക് എത്തുന്നത്. എന്നാൽ സ്വാഭാവികമെന്നോണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന സമയത്ത്, ആ പെണ്ണ് കേസിലൊക്കെ പെട്ട് രാജിവെക്കുന്ന സമയത്ത് അബിൻ വർക്കിക്കായിരുന്നു സ്വാഭാവികമായി അതിൻ്റെ ചാർജ് ലഭിക്കേണ്ടിയിരുന്നത്, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് എത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇതിലൊന്നും പെടാതെ OJ ജിനീഷ് എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇത് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ടത്ര അഭിമതനല്ലാത്ത, അതായത് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഗ്രൂപ്പ് വൈരത്തിൻ്റെ ഒരു ഇര എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പിന്നീട് പിന്നെ എനിക്ക് തോന്നുന്നു അസമിലോ മറ്റോ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതായത് എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് അബിൻ വർക്കിയെ മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അബിൻ വർക്കി തിരികെ കേരളത്തിലേക്ക് വരികയും പിന്നീട് കേരളത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായി അവരോധിക്കുകയുമാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ ചിലർക്കൊക്കെ കോട്ട ഉണ്ടായിരുന്നല്ലോ. KC വേണുഗോപാലിന് ഇത്ര കോട്ട, VD സതീശന് ഇത്ര കോട്ട, രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര കോട്ട. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കോട്ടയിൽപ്പെട്ട ഒരു നേതാവാണ് അബിൻ വർക്കി. അങ്ങനെ അബിൻ വർക്കി വീണ ജോർജിനെതിരായി ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായിട്ടെത്തുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കിക്ക് ഒട്ടും സേഫായിട്ടുള്ള ഒരു ഇടമായി നമുക്ക് ആറന്മുളയെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കും കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അത്ര വലിയ പ്രാധാന്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരുപക്ഷെ നല്ല ശക്തമായ നിലയിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു സംഘടനയെ, അല്ലെങ്കിൽ ഒരു യുവജന സംഘടനയെ ഒരുപക്ഷെ ഇത്രത്തോളം മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ ഗുണം കൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വയനാട് പുനരധിവാസ പദ്ധതിയിലെ പണം വെട്ടിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ഈ പറയുന്ന കേരളത്തിൻ്റെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ പിരിച്ചില്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയമുണ്ട്. അപ്പോൾ 1,05,00,000 രൂപ മാത്രമേ പിരിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന കാര്യവും അതോടൊപ്പം ഇതിൻ്റെ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേരുദോഷം കേൾപ്പിക്കുന്നൊരു കാര്യമാണ്. പണം പിരിച്ചിട്ട് അതിൻ്റെ കണക്കിനെക്കുറിച്ച് ഈ പറയുന്ന അബിൻ വർക്കിക്ക് ഒരു പിടിയില്ല, അത് പിരിച്ചെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പിടിയില്ല, ഷാഫി പറമ്പിലിനും പിടിയില്ല, ഒരാൾക്കും
യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ഒരാൾക്ക് പോലും ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് എത്ര കോടി പിരിച്ചെന്ന് പോലുമുള്ള വ്യക്തമായ ധാരണയില്ല. ഒരു റാൻഡമായിട്ടൊരു എമൗണ്ട് പറയുന്നുണ്ട്, 1,05,00,000 രൂപ എന്ന് പറയുന്ന ഒരു റാൻഡം എമൗണ്ട് മാത്രമാണ് അവർ പറയുന്നത്. എന്നാൽ ഇത് കറക്റ്റാണോ, വസ്തുതാപരമാണോ എന്നൊന്നും കാര്യമൊന്നും ആരും ക്രോസ് ചെക്ക് ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ഈ വയനാട് പുനരധിവാസം കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ ശങ്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അത് പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ തന്നെയുമല്ല ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വാദങ്ങളൊന്നും അത്രത്തോളം ബലപ്പെട്ട ഒരു വാദമായി പരിഗണിക്കാനും കഴിയില്ല. ദുർബലമായ വാദങ്ങൾ ഉയർത്തുന്നു, വസ്തുതകൾ മറച്ചു പിടിച്ചുകൊണ്ട് ചില കള്ളക്കഥകളുടെ പിന്നാലെ അല്ലെങ്കിൽ ആ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമം UDF നടത്തുന്നു തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന യൂത്ത് നേതാക്കന്മാരെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കിക്ക് വലിയ അഴിമതി കഥകളോ ഒന്നും അബിൻ വർക്കിക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും അവരുടെ സംഘടനയിൽപ്പെട്ടവർ കാണിച്ചുകൂട്ടിയ എല്ലാ തോന്നിവാസങ്ങളുടെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അബിൻ വർക്കിയെ പോലെയുള്ള നേതാക്കന്മാരാണ് എന്ന് ചുരുക്കം. ഇനി മറ്റൊരു പ്രശ്നം, ഇനിയിപ്പോൾ വീണ ജോർജ് അവിടെ നിന്ന് ജയിച്ച് വീണ്ടും ഒരു വട്ടം കൂടി സഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആറന്മുളക്കാർക്ക് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വീണ ജോർജിനെ വീണ്ടും അവരോധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ UDF അധികാരത്തിലേറുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുകയും പിന്നീട് ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ട്രിക്കുകളും അല്ലെങ്കിൽ ഗിമിക്സുകളുമാണ് നമ്മൾ പിന്നെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക, എന്നിട്ട് ആ വിവാദത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഇതാണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കള്ളക്കളികൾ മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുവരെയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നൊരു വിവാദം അടുത്തത് കൊണ്ടിറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമോ ഇല്ല എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതോടുകൂടി എന്തെങ്കിലും കള്ളക്കഥകൾ മെനയുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കി ഇനിയിപ്പോൾ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാലും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അബിൻ വർക്കിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം. അബിൻ വർക്കി ഇനിയിപ്പം അവിടെ സഭയിലെത്തി ഇനിയിപ്പോൾ UDF ജയിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായാലും ഈ പറഞ്ഞ മന്ത്രിസ്ഥാനമൊന്നും അബിൻ വർക്കിക്ക് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ KC വേണുഗോപാൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ KCക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നേതാക്കന്മാരെ മാത്രമായിരിക്കും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാൻ സാധ്യത. എന്നിട്ട് കുറച്ച് പേരെ സതീശൻ പറയുന്നിടത്തുനിന്നും കുറച്ച് പേരെ രമേശ് ചെന്നിത്തല പറയുന്നിടത്തുനിന്നും ആയിരിക്കും എടുക്കുക. അപ്പോഴും ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്ക് ഒരാളെ മാത്രമേ, അതായത് ചെന്നിത്തലയ്ക്ക് മാത്രമേ ഒരുപക്ഷെ മന്ത്രിയാകാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തുടങ്ങി നിരവധി നെഗറ്റീവുകളുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ അബിൻ വർക്കി എന്ന് പറയുന്ന നേതാവ്. അതോടൊപ്പം കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം കുമ്മനത്തിന് ഒരുപക്ഷെ ഇത്തവണ വോട്ട് വിഹിതം ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 74,000-ൽ പരം വോട്ടുകളാണ് വീണ ജോർജ് പിടിച്ചത്. പിന്നീട് UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന K ശിവദാസൻ നായർ 55,000-ലധികം വോട്ടുകൾ പിടിച്ചു. BJPയുടെ നേതാവായത് 21,000 സംതിങ് വോട്ടുകളാണ് BJPയുടെ സ്ഥാനാർത്ഥിയും പിടിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഇതിനേക്കാൾ വോട്ട് വിഹിതം BJPക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 2023 BJPക്ക് വെറും 17.98% വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയം MD രമേശ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം 37,000-ലധികം, അതായത് 38,000-ഓളം വരുന്ന വോട്ടുകളായിരുന്നു MD രമേശ് അവിടെ നിന്നുകൊണ്ട് 2016 തെരഞ്ഞെടുപ്പിൽ പിടിച്ചത്. അതേപോലെ തന്നെ കുമ്മനം രാജശേഖരൻ വരുമ്പോൾ ഈ പറയുന്ന വോട്ട് വിഹിതം BJPക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യവും ഈ പറയുന്ന അവിടെയുണ്ട്. എങ്കിൽ തന്നെയും ഒരു വിജയത്തിലേക്കൊന്നും എത്താനുള്ള സാഹചര്യമൊന്നും കുമ്മനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഈ പറയുന്ന പോലെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന നമ്മുടെ ആറന്മുള നിവാസികൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടും എന്നൊന്നും തോന്നുന്നില്ല. കാരണം ഒരു ഗുണവും ഇല്ല. അത് ജയിക്കുന്നതുകൊണ്ട് അവിടെ പോയി ഒരു പ്രത്യേകം മാറിയിരിക്കുക എന്നതിനപ്പുറത്തേക്ക് പണ്ട് രാജഗോപാൽ ജയിച്ച പോലെ ഒരു സാഹചര്യം മാത്രമായിരിക്കും കുമ്മനത്തെ സംബന്ധിച്ചിടത്തോളം സഭയിൽ കിട്ടുക. ആ ഒരു പ്രാധാന്യം മാത്രമേ ഉണ്ടാവുള്ളൂ. BJP ജയിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ഗുണവും കിട്ടാനുള്ള സാഹചര്യമില്ല. പിന്നെ സർക്കാർ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെ സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ രംഗപ്രവേശം ഉണ്ടാകുക. എന്ത് തന്നെയാണെങ്കിലും ഇപ്പം നിലവിലത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിട്ടേക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ചിടത്തോളം 10,60,000-ലധികം വോട്ടുകൾ അവിടെ നേടാൻ സാധിച്ചു. കോൺഗ്രസിനെ LDFനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ 58,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. NDAക്ക് അവിടെ 26,000 ചില്ലുവാനും വോട്ടിൻ്റെ
വോട്ട് മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പം നിലവിലത്തെ ഒരു സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മത്സരം കുറച്ചുകൂടി കടുക്കുന്ന ഒരു മത്സരമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. എങ്കിലും അന്തിമ വിജയം മിക്കവാറും വീണ ജോർജിനൊപ്പം നിൽക്കാനാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുക.